വെൽക്കം ടു ദിവ്യാസ് വ്ലോഗ്. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ള ബട്ടർ ഹണി ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിരിക്കും. അങ്ങനെ വന്നെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ബ്രെഡിൻ്റെ ഉള്ളിലെ ആ ബട്ടറിൻ്റെ ഹണിയുടെ ആ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ഇത് നമ്മൾ ഓവനിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അല്ലാതെ നമുക്കിത് കടായിലും ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർ ഹണിയുടെയും കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം ആദ്യം വലിച്ചു നീട്ടി നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ മടിക്കാതെ തന്നെ തന്നേക്കണേ. റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്താൽ നമുക്ക് കിടിലൻ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു HM കവർ എടുക്കാം. അതിനുശേഷം നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് അതിലേക്ക് 60 ml ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അര കപ്പ് ഷുഗറും കൂടെ ചേർക്കാം. പത്ത് ഗ്രാം ഈസ്റ്റും ചേർത്ത് കൊടുക്കുക. ml പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ml മൈദ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് 250 ml കപ്പാണ്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ നമ്മുടെ മാവ് ഒന്ന് പുളിച്ച് പൊങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ബ്രെഡിൻ്റെ ട്രേ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. പാത്രം മുഴുവൻ നല്ല രീതിയിൽ തന്നെ നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. മാവ് നല്ലവണ്ണം നമ്മൾ കവറിൽ നിന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കവറിൽ നിന്നത് മാറ്റാം. മാവ് കുഴയ്ക്കുന്നിടത്ത് നമുക്ക് അല്പം മൈദ വിതറി കൊടുക്കണം. നമുക്ക് മാവിൻ്റെ മുകളിൽ അല്പം മൈദ വിതറിയിട്ട് നല്ല രീതിയിൽ അതിലൊന്ന് പരട്ടിയെടുത്ത് കൈ വെച്ച് നമുക്കൊന്ന് റൗണ്ടാക്കി എടുക്കാം. നമുക്ക് ഈ മാവിനെ ട്രേയുടെ ഒരു ഷേപ്പാക്കി എടുക്കാം.
ട്രെയിലെല്ലായിടത്തും നമുക്ക് മാവൊന്ന് കൊള്ളിച്ച് കൊടുക്കാം. നമുക്ക് ഈ ട്രേയെ എച്ച് കവറിനകത്തോട്ട് നന്നായി കയറ്റി ഒന്ന് എയർ കയറാതെ മൂടി വയ്ക്കാം. നമുക്കിതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് അരമണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം. ഇതിനെ നല്ല രീതിയിൽ മാവ് ഒന്നുകൂടെ ഒന്ന് പൊളിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓവനിൽ 10 മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഓണാക്കിയിട്ട് കൺവെൻഷൻ മോഡിലിട്ടുകൊണ്ട് 180 ഡിഗ്രിയിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്. അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്ന് നോക്കാം. നമ്മുടെ മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. കവറിലൊട്ടി പിടിക്കാത്ത രീതിയിൽ വേണം എടുക്കാൻ. നമുക്ക് 50 ഗ്രാം ബട്ടർ എടുത്തിട്ട് അതിനെ 8 പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് മാവെല്ലാം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 2 വിരൽ വെച്ച് ഒരു 8 ഹോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ. അത് എന്തിനാണെന്നുള്ളത് നമുക്കിപ്പോൾ ഉടനെ കാണാം. സ്ലൈസ് ചെയ്തിരിക്കുന്ന ബട്ടർ നമ്മൾ ആ ഓരോ ഹോളിലേട്ട് അകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ അകത്തോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ആ ഓരോ ഹോളിനകത്തും നമുക്ക് ഹണി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ മതി. ഓരോ ഹോളിലോട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് മുട്ടയിടാം. അത് നല്ലവണ്ണം ഫോർക്ക് കൊണ്ടൊന്ന് സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്തിട്ട് നമുക്കത് ബ്രെഡിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാനാണ്. നമ്മളതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ള എള്ളൂടെ ഇട്ട് കൊടുക്കാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഓവൻ കൺവെൻഷനിലിടുക. 180 കാണിക്കും. നമ്മളത് 170ലേക്ക് കുറയ്ക്കുക. എന്നിട്ട് 30 മിനിറ്റ് ഹീറ്റാക്കാൻ ഇടുക. സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബേക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തോട്ടെടുക്കാം. കണ്ടില്ലേ, അടിപൊളി ബ്രെഡാണ്. നമ്മൾ ബട്ടർ വെച്ചിരിക്കുന്നതുകൊണ്ട് സാധാ ബ്രെഡിൻ്റെ ആ ഒരു ഗ്ലേസിങ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ഹണി ബ്രെഡ് തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ബ്രെഡാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ബ്രെഡാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.